ആശാ വർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ്. ആശമാർക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകേണ്ട 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമായിട്ടും ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ആശാവർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. NHM ആശാവർക്കർമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട് ശാന്തകുമാരി MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. ആശാവർക്കർമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യം തുടർച്ചയായി കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. അവിടെ ഇവരെ തൊഴിലാളികളാക്കണം എന്നുള്ള, അവർ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലപാടിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം നമുക്ക് തുടർച്ചയായിട്ടും ആവശ്യപ്പെടാം സർ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. കേരളത്തിൽ 90% ആശാവർക്കർമാർക്കും 10,000 മുതൽ 13,500 രൂപ വരെ ഒരു മാസം ലഭിക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ ഇക്കാര്യങ്ങളിൽ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും കുറ്റപ്പെടുത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 കോടി രൂപയായിരുന്നു കേന്ദ്രം നൽകേണ്ടിയിരുന്നത്. ഇതിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. കേന്ദ്രം വിളിച്ച MP-മാരുടെ യോഗത്തിൽ പോലും ആശാവർക്കർമാരുടെ ഹോണറേറിയം വർധന ഉന്നയിക്കപ്പെട്ടില്ലെന്നും മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ. 1 രൂപ പോലും നൽകിയിട്ടില്ല സർ. ഈ 100 കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ അനുഭാവപൂർണമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടായിട്ടില്ല. അക്കാര്യം സാക്ഷാത്കരിച്ചിട്ടുമില്ല എന്നുള്ളത് കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം തുടരുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരപ്പന്തൽ പൊളിച്ചതിനെതിരെയും വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.